ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീണ്ടും ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ മക്ലൂബ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാൽ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ക്യാപ്സിക്കം, ഉള്ളി, ക്യാരറ്റ്, വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്. ഇതെല്ലാം ഒരു വട്ടത്തിൽ അരിഞ്ഞു വെക്കുക. ക്യാപ്സിക്കം ബാക്കിയുണ്ടെങ്കിൽ കുനുകുനാന്ന് അരിഞ്ഞു വെക്കുക കേട്ടോ. പിന്നെ വേണ്ടത് തക്കാളിയാണ്, അതും വട്ടത്തിൽ അരിഞ്ഞു വെക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കാണ്ട്. ഒരു 10-12 വെളുത്തുള്ളി, ഒരു 8 പച്ചമുളക്, ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. ചെറുതായിട്ടൊന്ന് അരിഞ്ഞാൽ പേസ്റ്റ് ആവരുത്, ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഒരു ബിരിയാണി പോട്ട് എടുക്കുക, കുറച്ച് വലുപ്പമുള്ള ഒരു വട്ടച്ചെമ്പോ അങ്ങനെ എന്താണെങ്കിലും എടുക്കുക. അതിലേക്ക് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറും ഓയിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് ഏലക്കായ ഒരു 4 എണ്ണം, പൂവ് ഒരു 5-6 എണ്ണം, 2 വലിയ കഷ്ണം പട്ട, ഇതെല്ലാം ഒന്ന് ആ ബട്ടറിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് ചൂടായാൽ മതി, കരിഞ്ഞു പോവരുത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് ഇളക്കി ആ ബട്ടറിലൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കണം. അഥവാ ബട്ടർ പോരെങ്കിൽ കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഓയിൽ വേണം യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഇതിൽ ഉപയോഗിക്കരുത്, വെളിച്ചെണ്ണ ആകുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ നേരത്ത് നമുക്ക് ഒരു ചെറുതാണെങ്കിൽ 2 എണ്ണം ഉപയോഗിക്കുക, സവാള വലുതാണെങ്കിൽ 1 സവാള, അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ഇളക്കി ഇതേപോലെ ഇളക്കി അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആവണം, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. പിന്നെ 2 ടീസ്പൂൺ അറബിക് മസാലേൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇതിന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതും ഒന്ന് ഇളക്കി സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/200 ചിക്കൻ വലിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഈ മസാലയിൽ മിക്സ് ചെയ്തിട്ട് മസാല എല്ലാ ഭാഗത്തും എത്തുന്ന ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അടച്ചു വെച്ച് വേവിക്കേണ്ട, നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ ഒരു പിങ്ക് കളറില്ല, അതൊന്ന് മാറിയിട്ട് ഒരു വൈറ്റ് കളർ ആവുന്നത് വരെ നമ്മൾ ഈ ഒരു പാനിലിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ കബ്സ, മന്തി ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, ബിരിയാണി പിന്നെ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കാറുള്ളതാണ്. പക്ഷേ ഈ ഒരു മക്ലൂബ ആദ്യമായിട്ടായിരുന്നു കേട്ടത്. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. ഇതേ നമ്മൾ ചിക്കൻ വൈറ്റ് കളറായി. അപ്പോൾ ആ നേരത്ത് നമുക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിക്കണമെന്നില്ല, പച്ചവെള്ളം ആയാലും മതി. 2 കപ്പ് 250 ml കപ്പിന് 2 കപ്പ് വെള്ളം അതൊഴിച്ച് ഈ ചിക്കൻ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൽ മസാലയൊക്കെ ഒന്ന് കലങ്ങട്ടെ. ആ നേരത്ത് നമ്മൾ തിളച്ച് വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി ഈ ചിക്കൻ ഒന്ന് വെന്ത് വരണം. അതിനുവേണ്ടി നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒന്ന് സോഫ്റ്റായി കിട്ടിയാലും മതി, കാരണം ഇനി ഇതിനെ പൊരിക്കണം. അപ്പോൾ ഏകദേശം ഒന്ന് വെന്തെന്ന് കാണുമ്പോൾ നമുക്ക് ഇതിനെ മാറ്റാം. ഈ ചിക്കനെ ഓരോ പീസിനെ എടുത്ത് മാറ്റാം കേട്ടോ നമുക്ക്. ഇനി ഈ ഗ്രേവിയിലാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്, സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പിന് 1.5 കപ്പ് എന്ന അളവിലാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രേവിയും കൂട്ടിയിട്ടാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. ഇനി പൊരിക്കാനുള്ള മസാല റെഡിയാക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ അറബിക് മസാല, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്, കാരണം ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് നോക്കിയിട്ട് മാത്രം ഉപ്പിട്ടാൽ മതി. ഇനി ഇതെല്ലാം കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പരുവാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ കുഴച്ച് മിക്സാക്കി എടുക്കണം. ഇത് കുറച്ച് നേരം അവിടെ സെറ്റ് ആവട്ടെ, ഇതൊന്ന് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സെല്ല റൈസാണ്, അല്ലെങ്കിൽ ബസുമതി റൈസ് ആയാലും മതി. 4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഊറ്റി വെച്ചതാണ്. നമുക്ക് ഈ ഒരു മഗ്ഗാണ് ഗ്രേവി കിട്ടിയിരിക്കുന്നത്. ഇത് ഒരു 4 കപ്പിൻ്റെ അളവിനാണ് ഈ മഗ്ഗ്. അപ്പോൾ 2 കപ്പും കൂടെ വെള്ളം നമ്മൾ ചേർത്തിട്ട് നമുക്ക് ഇനി അരി വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിന് അനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ചിട്ട് തിളയ്ക്കുന്നത് വരെ വെക്കാം. നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർത്ത് ഊറ്റി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ വെള്ളമൊക്കെ വറ്റി അരി ഒക്കെ വെന്ത് റെഡി ആവുന്നവരെ അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന്
പൊരിച്ചെടുക്കണം. ഓയിലാണ് പൊരിക്കുന്നത്. ഇപ്പോൾ ഫ്രൈയിങ് പാൻ നമുക്ക് ചൂടാക്കിയതിന് ശേഷം ഓയിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 പാനിലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ഇട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ, 2 സൈഡും ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ പൊരിച്ചെടുക്കണം. നമുക്ക് ആദ്യം വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ ഒന്ന് ഒരു സൈഡ് റെഡി ആകുമ്പോൾ അതിന് മറച്ചിട്ട് കൊടുക്കാം. ഇത്ര ഒരു കളർ മാത്രം മാറിയാൽ മതി, കൂടുതലായിട്ട് കരിഞ്ഞു പോവരുത്. പിന്നെ ക്യാരറ്റ് ഇതേപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കണം. എല്ലാ വെജിറ്റബിൾസും കൂടി ആകുമ്പോഴേക്കും ഒരു കളർഫുൾ പോലെയാണ്. ക്യാരറ്റും വഴുതനങ്ങയും പൊട്ടാറ്റോ എല്ലാം കൂടി ആകുമ്പോൾ ഒരു നല്ല രസമാണ് കാണാൻ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് ആ ഒരു റൈസ് നമുക്ക് എടുത്ത് കഴിക്കുമ്പോൾ അടിപൊളിയാണ്. ഉരുളക്കിഴങ്ങൊക്കെ നല്ല ടേസ്റ്റാണ്, മക്കൾക്ക് അതാണ് ആദ്യം ഇഷ്ടപ്പെട്ടത്, ഉരുളക്കിഴങ്ങ്. അതേ ഉരുളക്കിഴങ്ങ് ഒന്ന് മൂത്ത് വരണം, ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. സവോള അതേപോലെ കൂടുതലായിട്ട് ഇതാവരുത്, ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും സവോളയ്ക്ക്. ഒന്ന് കളറൊന്ന് മാറിയിട്ട് നമുക്ക് മറിച്ചിടണം. ക്യാപ്സിക്കും അതേപോലെ തന്നെ ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതി. ഈ ഒരു വെജിറ്റബിൾസ് കുക്ക് ചെയ്യുന്ന ഒരു ടൈം മാത്രമാണ് നമുക്ക് വേണ്ടത്. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പം കുറച്ച് മസാലകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ ഈ റൈസിന് അടിപൊളി ടേസ്റ്റാണ്, മന്തിനേക്കാളും ടേസ്റ്റ് തോന്നുന്നുണ്ട് എനിക്ക് കഴിച്ചപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ട്രൈ ചെയ്ത് നോക്കുന്നത് അടിപൊളിയാണ്. വെജിറ്റബിൾസൊക്കെ കൂടെ വെച്ചിട്ട് ഇതൊക്കെ പൊരിച്ച് നമുക്ക് ഇനി മാറ്റി, തക്കാളി കൂടുതലൊന്നും ആവണ്ട, ഒന്ന് വഴണ്ട് വന്നാൽ മതി. അതിൻ്റെ ഒരു കളർ കൂടുതലായിട്ട് മാറണ്ട, കാരണം അലിഞ്ഞു പോവും. ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു നല്ല കളർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. വെജിറ്റബിൾസൊക്കെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനില്ലേ, അത് ഒന്ന് ഇതേപോലെ ഒരു കളർ ചേഞ്ച് ആവുന്നവരെ പൊരിക്കണം. അതിന് വേണ്ടി നമ്മൾ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഈ ബട്ടറിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വരുമ്പോഴാണ് ഈ റൈസിലേക്ക് വരുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, വേറൊരു സ്മെല്ലുമാണ് വരുന്നത്. ഈ ചിക്കൻ ഇതേപോലെ 2 സൈഡൊന്ന് കളർ ചേഞ്ചാണ്, ഒരു മൊരിഞ്ഞ കളറില്ലേ, ആ ഒരു കളറായി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഓൾറെഡി കുക്കായി കിടക്കുന്ന ചിക്കൻ അല്ല, അപ്പോൾ കുറച്ചൊന്ന് കളർ ചേഞ്ച് ആയാൽ മാത്രം മതി. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് മാറ്റാം, ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ആ ഒരു ഓയിലിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം അല്ലേ, ആ ബാക്കി കഷ്ണങ്ങൾ റൗണ്ട് അല്ലാത്ത പീസുകളൊക്കെ അല്ലേ, ഇതൊന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അപ്പോൾ കുറച്ചുകൂടെ ഓയിൽ യൂസ് ചെയ്യാം. ഓയിൽ ബാക്കി ഉണ്ടെങ്കിൽ അതന്നെ മതി, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം. നമ്മളെ റൈസൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്, സോഫ്റ്റായി കുക്കായിട്ട്. കൂടുതൽ കുതിർത്ത് വെക്കുമ്പോൾ നല്ലപോലെ സെറ്റാവും, റൈസ് വെന്ത് കിട്ടും. ഇനി ആ റൈസിനെ മാറ്റിയിട്ട് നമുക്ക് ആ ഒരു ബിരിയാണി പോട്ട് തന്നെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ബട്ടർ ആദ്യം ഒന്ന് അടിയിൽ തേച്ച് കൊടുത്തിട്ട് ഉരുളക്കിഴങ്ങ് ആദ്യം പൊരിച്ചതിടാം, കാരണം ബാക്കി എന്നിട്ടാൽ വേഗം കരിഞ്ഞു. അതുകൊണ്ട് ഫസ്റ്റ് ലെയർ എന്തായാലും ഉരുളക്കിഴങ്ങ് ഇടാം, പിന്നെ സവോള. അങ്ങനെ ഓരോരോ വെജിറ്റബിൾസ് ആയിട്ട് നമുക്ക് ഒരു ഡെക്കറേഷൻ, ഒരു പൂവിട്ട പോലെ നമുക്ക് റെഡിയാക്കി എടുക്കണം. എല്ലാം ഒന്ന് ഭംഗി, കാരണം ഇത് കമഴ്ത്തുമ്പം നമുക്കത് എങ്ങനെയാണോ കാണേണ്ട ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു വെജിറ്റബിൾസിനെ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അങ്ങനെ എല്ലാ വെജിറ്റബിൾസിനെയും വെച്ച് റെഡിയായിട്ട് അതിന് ശേഷമാണ് നമ്മൾ പൊരിച്ചിരിക്കുന്ന ചിക്കനില്ലേ, ആ ചിക്കൻ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ സൈഡിൽ വെച്ച് കൊടുക്കണം, കാരണം കമഴ്ത്തി വരുമ്പോൾ ആ തക്കാളി ഇങ്ങനെ കാണാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയുള്ള ക്യാരറ്റൊക്കെ റെഡിയാക്കി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച ചിക്കനില്ലേ, അതിനെ വെച്ച് കൊടുക്കണം. നമ്മൾ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ റൈസ് എടുക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ലെയറായിട്ട് ഇടാനൊന്നുമില്ല, മല്ലിയിലൊന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നേരെ ഈ റൈസ് മാത്രമാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നത്. അപ്പം ഒരു മുകളിലത്തെ കുറച്ചൊരു ലെയർ ബാക്കിയാവുന്നവരെ നമ്മൾ റൈസ് ഇട്ട് നല്ലപോലെ അമർത്തി സെറ്റാക്കി എടുക്കണം. കുറച്ചിട്ടുക, പിന്നെ നല്ലോണം അമർത്തുക, എല്ലാം ലെവലായുക, പിന്നെ അതേപോലെ കുറച്ചിടുക, അങ്ങനെ ഒക്കെ റെഡിയാക്കിയിട്ട് ലാസ്റ്റ് കുറച്ച്
ബാക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുമ്പേ ഈ ഒരു ക്യാപ്സിക്കം ഇട്ടിട്ട് അതെല്ലാം എല്ലാ ഭാഗത്തും ക്യാപ്സിക്കം എത്തുന്ന വരെ ഒന്ന് പരത്തി വെച്ചിട്ട് ബാക്കി ഒത്തിരി ചോറ് ബാക്കി വെച്ചില്ല, അത് ആ ക്യാപ്സിക്കത്തിൻ്റെ മുകളിലിട്ടിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് സെറ്റാക്കിയിട്ട് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇനി നെയ്യൊന്നല്ല യൂസ് ചെയ്യുന്നത്, ബട്ടർ തന്നെയാണ്. നെയ്യ് ആ ഒരു ടേബിൾ സ്പൂൺ ഉപയോഗിച്ചില്ലേ ചിക്കൻ വേവിക്കുമ്പോൾ, അത്ര മാത്രമേ നെയ്യ് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി ബട്ടറും ഓയിലും മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ ബട്ടർ ഒക്കെ മുറിച്ച് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് സിമ്മിൽ ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി ഒരു വലിയ പാത്രം ഈ ഒരു ബിരിയാണി പോട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ മൊത്തത്തിൽ ഈ പോട്ടിനെ ഒന്ന് അടിമയിൽ മറച്ചെടുക്കണം. എന്നാലേ ഉള്ളൂ നമ്മൾ ആ ഒരു മക്ലൂബേൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ സെറ്റ് ചെയ്ത ഒരു ഭംഗി തറയിൽ പോവാതെ കറക്റ്റായിട്ട് മറച്ചെടുക്കണം കേട്ടോ. അതേ പൊന്തിച്ചപ്പം നമ്മൾ ആ മക്ലൂബ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾസും ചിക്കൻ പൊരിച്ചതും ഒക്കെ ആ ഒരു ടോപ്പിലേക്ക് വന്നപ്പോഴേക്കാണ് ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. അടിപൊളി ടേസ്റ്റാണ്. മന്തിനേക്കാളും നമ്മൾ അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. സൂപ്പറാണ്. കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് മയണൈസും പിന്നെ അതേപോലെ ടൊമാറ്റോ സാൽസയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, സൂപ്പറാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.